ഏവർക്കും ദീപാരാധന ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൽ എല്ലാ വർഷവും ഓണക്കാലത്ത് ഗംഭീര തല്ല് നടക്കുന്ന സ്ഥലമുണ്ട്. അതും നമ്മുടെ തൃശ്ശൂരിൽ. മഹാബലിയെ വാമനൻ ചവിട്ടിത്തെത്തിയത് അദ്ദേഹത്തെ ശിക്ഷിച്ചതാണോ അതോ രക്ഷിച്ചതോ എന്ന് വിശദമായി പറയുന്നുണ്ട് ഈ വീഡിയോയിൽ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യാൻ മറക്കരുതേ. ഏവർക്കും വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ദേവന്മാരെ പോലും അസൂയപ്പെടുത്തിയിരുന്നതായിരുന്നു മഹാബലിയുടെ ഭരണകാലം. അക്കാലത്ത് മനുഷ്യരെല്ലാവരും ഒരുപോലെയായിരുന്നു. കള്ളവും ചതിയും പൊളിവചനങ്ങളും ഇല്ലായിരുന്നു. രാജ്യലക്ഷ്മി ആയ ഭഗവതി മാവേലിയുടെ രാജ്യത്തിൽ വിളയാടി. എങ്ങും എല്ലാവർക്കും സമൃദ്ധിയായിരുന്നു. അങ്ങനെയിരിക്കെ സ്വർഗലോകം കൂടി പിടിച്ചടക്കണമെന്ന മോഹം മഹാബലിയിൽ ഉടലെടുത്തു. ഭയചകിതരായ ദേവന്മാർ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. ദേവമാതാവായ അതിഥി മഹാവിഷ്ണുവിനെ തപസ് ചെയ്യുകയും ദേവന്മാരെ രക്ഷിക്കണമെന്ന് വരം വാങ്ങുകയും ചെയ്തു. തുടർന്ന് മഹാബലി വിശ്വജിത്ത് എന്ന യാഗം ചെയ്യവേ വാമനനായി അവതാരമെടുത്ത മഹാവിഷ്ണു ഭിക്ഷയായി 3 അടി മണ്ണ് ആവശ്യപ്പെട്ടു. ചതി മനസ്സിലാക്കിയ അസുരഗുരു ശുക്രാചാര്യരുടെ വിലയ്ക്ക് വക വയ്ക്കാതെ 3 അടി മണ്ണ് അളന്നെടുക്കാൻ വാമന് അനുവാദം നൽകി. വാമനരൂപത്തിൽ വന്നത് ഭഗവാൻ മഹാവിഷ്ണുവാണെന്ന് മഹാബലി മനസ്സിലാക്കി. ആകാശം മുട്ടെ വളർന്ന വാമനൻ തന്റെ കാൽപാദം അളവുകോലാക്കി. ആദ്യത്തെ 2 അടിക്ക് തന്നെ ആകാശവും ഭൂമിയും പാതാളവും അളന്നെടുത്തു. 3-ാമത്തെ അടിക്ക് സ്ഥലമില്ലാതെ വന്നപ്പോൾ മഹാബലി തന്റെ ശിരസ് കാണിച്ചു കൊടുത്തു. വാമനൻ തന്റെ പാദസ്പർശത്താൽ മഹാബലിയെ അഹങ്കാരത്തിൽ നിന്നും മോചിതനാക്കി സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ സുതലത്തിലേക്ക് ഉയർത്തി അവിടെ അദ്ദേഹത്തിന്റെ കാവൽക്കാരനായി നിലകൊള്ളുകയും ചെയ്തു. ആണ്ടിലൊരിക്കൽ, അതായത് ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ തന്റെ പ്രജകളെ സന്ദർശിക്കുന്നതിനുള്ള അനുവാദവും വാമനൻ നൽകി. അങ്ങനെ ഓരോ തിരുവോണ നാളിലും വാമനസമേതനായി തന്റെ പ്രജകളെ അദൃശ്യനായി സന്ദർശിക്കാൻ വരുന്നു എന്നാണ് വിശ്വാസം. പൂക്കളത്തിൽ വയ്ക്കുന്ന തൃക്കാക്കരയപ്പനെ നിർമ്മിക്കുന്നത് കൃഷിഭൂമിയിൽ നിന്നെടുക്കുന്ന മണ്ണ് ചതുഷ്കോണാകൃതിയിൽ രൂപപ്പെടുത്തിയെടുത്തിട്ടാണ്. ഇത് സസ്യദേവത ആരാധനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവത്രേ. ഗവൺമെന്റിന്റെ ആയുധനിയമം വരുന്നതിനു മുമ്പ് കൊച്ചിയിലും തിരുവിതാംകൂറിലും നിലവിൽ ഉണ്ടായിരുന്ന വിനോദമാണ് ഓണത്തല്ല്. ഇപ്പോൾ ഇത് കാണുമെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം എന്ന സ്ഥലത്ത് വരണം. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഇപ്പോഴും ഓണക്കാലത്ത് നടത്തിവരാറുണ്ട്. കൈ പരത്തിയുള്ള അടിയും തടവും മാത്രമേ ഓണത്തല്ലിൽ പാടുള്ളൂ. മുഷ്ടി ചുരുട്ടി ഇടിക്കുകയോ ചവിട്ടുകയോ പാടില്ല. വ്യവസ്ഥ തെറ്റുമ്പോൾ പിടിച്ചുമാറ്റുവാൻ ചാതിക്കാരന്മാർ അഥവാ റഫറി ഉണ്ട്. നിരന്നു നിൽക്കുന്ന ഇരുചേരിക്കാർക്കും നടുവിലായി 14 മീറ്റർ വ്യാസത്തിൽ ചാണകം മെഴുകിയ കളത്തിലാണ് തല്ലു നടക്കുന്നത്. ഈ കളത്തിന് ആട്ടക്കളം എന്നാണ് പറയുക. തല്ല് തുടങ്ങും മുൻപ് പരസ്പരം ഉപചാരം ചെയ്യുകയും ഗുരുക്കന്മാരെ വണങ്ങുകയും ചെയ്യുന്നു. ഇതിനു ചേരികുമ്പിടുക എന്നു പറയും. ഒരു ചേരിയിൽ നിന്ന് പോർവിളി മുഴക്കി ഒരാൾ ആട്ടക്കളത്തിലിറങ്ങുന്നു. തുല്യശക്തിയുള്ള ഒരാൾ എതിർചേരിയിൽ നിന്നും ഇറങ്ങും. തറ്റുടുത്ത് ചേലം മുറുക്കി നിലം വിട്ടുയർന്ന് കളം തൊട്ട് വന്ദിച്ച് ഒറ്റക്കുതിപ്പിൽ 2 തല്ലുകാരും മുഖത്തോട് മുഖം നോക്കി നിന്ന് ഇരുകൈകളും കോർക്കും. പിന്നെ കൈകൾ രണ്ടും ആകാവുന്നത്ര ബലത്തിൽ കോർത്ത് മുകളിലേക്കുയർത്തി താഴേക്ക് ശക്തിയായി വലിച്ചു വിടുവിക്കും. അതോടെ തല്ല് തുടങ്ങുകയായി. ഒപ്പം ആർപ്പുവിളികളും. തല്ല് തുടങ്ങിയാൽ ഏതെങ്കിലും ഒരു പക്ഷത്തിന് വിജയം കിട്ടാതെ കളം വിട്ടുപോകരുതെന്ന് നിയമമുണ്ട്. ഓണത്തല്ലുകാർക്കിടയിൽ ഒരു വീരനായകനുണ്ട്. കാവശ്ശേരി ഗോപാലൻ നായർ. സ്വന്തം ദേഹത്ത് എതിരാളിയുടെ കൈ ഒരിക്കൽ പോലും വീഴിക്കാതെ 40 കൊല്ലം തല്ലി ജയിച്ചയാളാണ് ഇദ്ദേഹം. കടമ്പൂർ അച്ചുമൂത്താനും പ്രസിദ്ധനാണ്. ഇയാൾ ആദ്യമായി പരാജയമറിഞ്ഞത് 55-ാമത്തെ വയസ്സിൽ കാമശ്ശേരി ഗോപാലൻ നായരോടാണ്. ഇരുവരും ആ കളിയോടെ എന്നേക്കുമായി കളം വിട്ടു.